ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. OTT അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മാർച്ച് മാസം 24 തീയതി മുതൽ 30 തീയതി വരെ OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വരേണ്ട വീഡിയോ ആയിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ യാത്രകളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കഴിഞ്ഞ ആഴ്ചകളുടെ റിലീസുകളാണ്, 37ഓളം റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. പെരുന്നാൾ സ്പെഷ്യലൊക്കെ ആയിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു കന്നഡ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ചു മന്ദാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ചു മന്ദാർ. ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഫ്രഞ്ച് മൂവിയാണ്. കാർ ജാക്കേഴ്സ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, ഫ്രഞ്ച് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ് പീറ്റർ പാൻസ് നെവർലാൻഡ് നൈറ്റ്മെയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമയും കഴിഞ്ഞ ആഴ്ച ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയുടെ മലയാളം ഡബ്ഡ് വേർഷനാണ്. ലഹറായി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ഡബ്ഡ് മൂവിയാണ് കന്നഡ സിനിമയുടെ എമർജൻസി എക്സിറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. നീ ദാരെ നീ കഥ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കൊറിയൻ മൂവിയാണ്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. ഹിറ്റ്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കൊറിയൻ ഭാഷ കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. റീച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 8ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ് ആയി ഒരു സീരീസിന്റെ എപ്പിസോഡുകൾ മൊത്തം കംപ്ലീറ്റ് ആയി. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. 3ാമത്തെ സീസൺ ആണ്. മലയാളം ഡബ്ഡ് വേർഷനും അവൈലബിൾ ആണ്. മലയാളം എല്ലാ ഭാഷയിലും അവൈലബിൾ ആണ്. ഈ ഒരു സീരീസിന്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തതെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അടുത്തത് ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ദിനാസറി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലുമായിട്ടാണ് ഈ ഒരു തമിഴ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഓം കാളി ജയ് കാളി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. തമിഴ് സീരീസ് ആണ്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് 5 എപ്പിസോഡുകളായിട്ടാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സീരീസ് കണ്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത് അഗതിയ എന്ന് പറഞ്ഞൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. നമ്മുടെ ജീവി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു മലയാളം ത്രില്ലർ മൂവിയാണ്. 2019 റിലീസ് ചെയ്ത സിനിമയാണ് ദ ഗാംബിനോസ് എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ക്രൈം ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഡെൻ ഓഫ് തീവ്സ് 2 പണ്ടേര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തെലുങ്ക്, ഹിന്ദി, തമിഴ് ഭാഷകളായിട്ട് ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോമിൽ, അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഒരു ക്രൈം ആക്ഷൻ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദേവ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മുംബൈ പോലീസ് എന്ന മലയാള സിനിമയുടെ ഒഫീഷ്യൽ ഹിന്ദി റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് ആക്ഷൻ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. മസാക്ക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. സെമ്പിയൻ മാധവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. രാജ് ഡിജിറ്റൽ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. ഡ്രാമ ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് സീരീസ് ആണ്. സെരുപ്പുകൾ ജാക്കിറത എന്നാണ് ഈ ഒരു കോമഡി സീരീസിന്റെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ലൈഫ് ലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ഡ്രാമ മൂവിയാണ്. വിജയ് LLB ദ അഡ്വക്കേറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹ തമിഴിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കൊറിയൻ ഡ്രാമ സീരീസ് ആണ്. വെൻ ഐ വാസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. MX പ്ലെയറിലാണ് ഈ ഒരു സീരീസ് കൊറിയൻ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഇയർ 10 ആണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ചൈനീസ് ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ട്വിലൈറ്റ് ഓഫ് ദ വാരിയർ വാൾഡ് ഇൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പുരുഷോത്തമുഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, ആഹാ തമിഴ് എന്നീ OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഹോളണ്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്.
അടുത്ത സിനിമ എന്നുള്ളത് അടുത്തൊരു സീരീസ് ആണ്, ഒരു സ്പാനിഷ് ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. കോട്ട് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ദ മങ്കി എന്ന് പറഞ്ഞൊരു സിനിമയാണ്, ഒരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഈ ഒരു സിനിമയും ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു തമിഴ് റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഫയർ എന്ന് പറഞ്ഞ സിനിമ, തമിഴ് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റെന്റ് ഓപ്ഷനിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു സിനിമ എന്നുള്ളത് ഒരു 18+ മൂവി കൂടിയാണ്. അടുത്തത് ഒരു ഇംഗ്ലീഷ് അഡ്വഞ്ചർ ഡ്രാമ ആനിമേഷൻ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ സിനിമ. ജിയോ ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സിനിമ മൾട്ടി ഓഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കൊറിയൻ മൂവിയാണ്. വീക്ക് ഹീറോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ കൊറിയൻ ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ദ ഔട്ട് റൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ആക്ഷൻ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ് ഫ്ലൈറ്റ് റിസ്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ റൊമാൻറ്റിക് ഫാമിലി വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ് എവരിക്കി ചെപ്പുഡു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിലും ആയിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഒരു തമിഴ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് മിസ്റ്റർ ഹൗസ് കീപ്പിംഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആഹാ തമിഴ് വഴിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഡ്രാമ ഫീൽ ഗുഡ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ് അൺബോർഡ് കൺമണി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അർജുൻ അശോകനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ത്രില്ലർ മൂവിയാണ് രാക്കഥൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു കന്നഡ ത്രില്ലർ ഭാഗത്തിൽപ്പെട്ട സിനിമയാണ് നൈറ്റ് റോഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമയും കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് റെന്റ് ഓപ്ഷനിലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച, അതായത് മാർച്ച് മാസം 24-ാം തീയതി മുതൽ മാർച്ച് മാസം 30-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ള OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളാണ് നിങ്ങൾ കണ്ടത്, നിങ്ങളുടെ അഭിപ്രായം, കണ്ട സിനിമകളുടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.